അല്ല, പരാതി കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. പരാതി കൊടുത്തത് കൊണ്ട് പരിഹാരമാകില്ലല്ലോ. ചോദ്യം വളരെ ലളിതമാണല്ലോ. ഈ 2 മണ്ഡലങ്ങളിൽ BJP എന്തിനാണ് അവസാന നിമിഷം വരെ സീറ്റ് ഒഴിച്ചിട്ടത്? ഇപ്പോൾ ഒരു ചോദ്യം കൂടിയായി, നിർമ്മൽ ചിട്ടി തട്ടിപ്പ് ഫണ്ട് കേസ് എന്തുകൊണ്ട് CBI അന്വേഷിക്കാൻ തയ്യാറല്ല എന്നറിയിക്കുന്നു. ഇനി പരാതി കൊടുത്തെങ്കിൽ എന്നോട് അവരെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞോളാം. ഇനി അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കുന്നു, അതിന് ഞാനും നിയമ നടപടിയായി നോക്കിക്കോളാം. പക്ഷെ അതുകൊണ്ട് തീരില്ലല്ലോ സാറേ, ഇതിന് മറുപടി പറയണ്ടേ? എന്തിനാണ് BJP ഈ 2 ഇടങ്ങളിൽ? പിന്നെ ആ ഘട്ടങ്ങളിൽ ഞാനാണോ പറഞ്ഞത്? മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ ഇദ്ദേഹത്തിന് ഈ പറയുന്നത് കൊടുത്തില്ലെങ്കിൽ വേറെ പോകുമെന്ന്? അതിനൊക്കെ മറുപടി പറഞ്ഞാൽ മതിയല്ലോ. വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞാൽ മതി. നിർമ്മൽ ചിട്ടി തട്ടിപ്പ് ഫണ്ട് കേസിൽ എങ്ങനെയാണ് CBI ഇത്രയും ഗൗരവമുള്ളൊരു കേസ്, അന്തർ സംസ്ഥാന ബന്ധമുള്ള കേസ് CBI അന്വേഷിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത്? ഇല്ലെങ്കിൽ കോൺഗ്രസ് പറയണം CBI അങ്ങനെയാണ്, വളരെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണെന്ന് കോൺഗ്രസ് പറയണം. ശുദ്ധ അസംബന്ധമാണത്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം സംഘപരിവാർ നടപ്പിലാക്കിയ ഒരു വളരെ പ്ലാന്റഡ് ആയിട്ടുള്ള ഒരു നരേഷനാണ്, പ്രൊപ്പഗാൻഡയാണ്, വിദ്വേഷ പ്രചരണം. ആ വിദ്വേഷ പ്രചരണം ഏറെക്കാലമായി നടന്നു. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ അന്വേഷണ ഏജൻസികളും അത് തള്ളിക്കളഞ്ഞതാണ്. പാർലമെന്റിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് വ്യക്തമായി സെൻട്രൽ ഏജൻസികളെ ഉദ്ധരിച്ചുള്ള മറുപടിയും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇത് രാജ്യത്തെ, കേരളത്തെ അപമാനിക്കുന്നതിനും 2 കാര്യങ്ങളാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. ഒന്ന്, കേരളത്തെ അപമാനിക്കാൻ, കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ. രണ്ടാമത്, മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ വിദ്വേഷം പടർത്താൻ വളരെ ബോധപൂർവം നടത്തുന്ന നീക്കമാണ് ഇത്. അത് സംഘപരിവാറിനൊരു കൃത്യമായ നീക്കമാണ്. അത് ഒരു വസ്തുതയുമില്ലാത്ത കാര്യം അവർ പറയുകയും അത് വീണ്ടും സാമുദായിക സ്പർദ്ധ സൃഷ്ടിക്കുന്നതിനുള്ള BJP സ്ഥാനാർത്ഥിയുടെ ശ്രമമാണ്. അത് വിലപ്പോകില്ല. അല്ല, പരാതി ഞങ്ങളത് ആലോചിച്ച് ഒരുമിച്ച് തീരുമാനിക്കാം. BJPക്ക് ഒരുപാട് പണം വരുന്നു. ഈ ഒരു പെട്ടികളുടെ നീക്കവും ചിലതൊക്കെ ഇവിടെ നടക്കുന്നതായി വളരെ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതാണ് സഖാവ് ശിവൻകുട്ടി അത് പറഞ്ഞത്. അപ്പോൾ വലിയ തോതിലുള്ള പണമാണ് BJPയും കോൺഗ്രസും ഈ ജില്ലയിലും സംസ്ഥാനത്താകെ എടുക്കുന്നത്. പണം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കഴിയും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കേരളം അത് പണത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങില്ല. ഈ കള്ളപ്പണം, BJPയിലെ ഈ കള്ളപ്പണത്തിൻ്റെ ഒഴുക്കിനെ നേരിട്ട് കൊണ്ട് തന്നെ കേരളത്തിൽ, തിരുവനന്തപുരം ജില്ലയിലും വലിയ വിജയം ഇടതുപക്ഷം നേടും. ഈ പണമെല്ലാം എവിടെ നിന്നാണ് വരുന്നതെന്ന് കൂടി കാണാം. ഇപ്പോൾ നമ്മുടെ ഈ പലരിൽ നിന്നും അങ്ങോട്ടേക്ക് എടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ മാലയിട്ട് സ്വീകരിക്കുന്ന ആളുകൾക്ക് മാരാർജി ഭവനിൽ മാലയും കയ്യിൽ നിറയെ പണവുമാണ് കൊടുക്കുന്നത്. ഈ പോയ പലരുടെയും കടങ്ങൾ തന്നെ സെറ്റിൽ ചെയ്യുന്നു എന്നാണ് വിവരം. അപ്പോൾ ഈ പണം എവിടെ നിന്നാണ്? ഈ നാടിനെ, രാജ്യത്തെ കൊള്ളയടിക്കുന്ന പണമാണ് എന്ന് കണ്ടോ. ഈ രാജ്യത്തുടനീളം BJP ഉപയോഗിക്കുന്ന പണം ഈ നാടിനെ കൊള്ളയടിക്കുന്ന പണം. ആ പണം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വലിയ പണമാണ്. പ്രചരണത്തിന് മറ്റും ഉപയോഗിക്കുന്ന നമ്മളുടെ വിസിബിളായ പണം മാത്രമല്ല, ജനങ്ങൾക്ക് വലിയ പണം ഓഫർ ചെയ്യുന്നു. ചില വോട്ടർമാരുടെ കടങ്ങൾ തന്നെ തീർത്തു കൊടുക്കുന്നു. കടം ഉണ്ടല്ലോ, ആ കടം തീർത്തു കൊടുക്കുന്നു. ഇത് വലിയ തോതിലാണ് നടക്കുന്നത്. ഇത് BJP മാത്രമല്ല, BJPയുടെ പ്രവർത്തകരിലൂടെ മാത്രമല്ല നടക്കുന്നത്. ചില ഏജൻസികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വോട്ടർമാർക്ക് പണം കൊടുക്കാൻ ചില ഏജൻസികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഏജൻസികളാണ് കൊണ്ടുവന്ന് പണം കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ BJP മാത്രമല്ല, കോൺഗ്രസിന് തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും
കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ എങ്ങനെയും ഭരണം പിടിക്കണമെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ഒഴുക്കുകയാണ്. എങ്ങനെ ഭരണം പിടിച്ചിട്ട് വരെ കാര്യമൊന്നുമില്ല. കാരണം ഭരണം പിടിച്ചാലും ഭരണം പിടിച്ചില്ലെങ്കിലും തമ്മിലടിക്ക് യാതൊരു വ്യത്യാസമില്ല. തമ്മിലടിയാണല്ലോ പ്രധാനം. അതുകൊണ്ട് പണം വലിയ തോതിലാണ് രണ്ടു കൂട്ടരും ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ശ്രീ വി ശിവൻകുട്ടി ആ ഒരു സംശയത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നൊരു കാര്യത്തിൻ്റെ പേരിൽ പരാതി. അത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആ മണ്ഡലത്തെ കുറിച്ചുള്ള ഒരു വൈറ്റലായ ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ട് തന്നെ ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് സഖാവ് വി ശിവൻകുട്ടി അത്തരമൊരു പരാതി. തിരുവനന്തപുരം ജില്ലയിലെ ഡെവലപ്മെൻ്റാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഡെവലപ്മെൻറ്റ്, അതോടൊപ്പം തന്നെ ഈ ഡെവലപ്മെൻറ്റ് തുടരുന്നതിന് ഒരു സ്റ്റേബിളായ ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരണം. സ്റ്റേബിളായ ഗവൺമെൻറ്, തമ്മിലടികളില്ലാത്തത് കൊണ്ടാണ് വളരെ സ്റ്റെബിലിറ്റിയുള്ളൊരു ഗവൺമെൻറ്റിന് ഇവിടെ നല്ല ഗവേണൻസ് നടത്താൻ കഴിയും. നല്ല വിൽ പവറുള്ള നേതൃത്വം, കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കരുത്ത്, സമയബന്ധിതമായി തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ശേഷി, ഇതെല്ലാമാണ് ഇത് ഗവേണൻസിന് വേണ്ടത്. അതൊന്നും UDF ലില്ല എന്നതുകൊണ്ട് തന്നെ ഈ ഭരണത്തെ അടുത്ത് കാണുന്ന തിരുവനന്തപുരം ജില്ല യൂണിറ്റിയുള്ള നല്ല ഗവേണൻസ് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരുവനന്തപുരം ജില്ലയിലും പൊതുവിൽ സംസ്ഥാനത്തും വലിയ പിന്തുണ നൽകും എന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. പിന്നെ കമ്മ്യൂണൽ ഹാർമണി അത് കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾക്ക് നല്ല നിലയിൽ പുലർത്താൻ കഴിയും. വർഗീയ കലാപങ്ങളില്ലാത്ത ഏക സംസ്ഥാനം ഇന്ത്യയിൽ അതാണ് കേരളം. അതുകൊണ്ട് കേരളം അതിൻ്റെ മെച്ചം ഈ വോട്ടിങ്ങിൽ പ്രതിഫലിക്കും എന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം.